ആയുസ്സിനെ മറികടക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുക. യോഗമാർഗത്തിൽ അതിന് വിധികളുണ്ട് എന്ന് പറയും. അത് നേരെ ശിവമഹാപുരാണത്തിലെ ഉമാസംഹിത എന്നാണ് പറയുക. ഉമാസംഹിതയിലാണ് പറയാം. അപ്പോൾ മരണത്തെയും ആയുസ്സിനെയും ഒക്കെ ആയുസ്സിനെ മറികടക്കാൻ ഉള്ളതായിരിക്കുന്ന ശിവയോഗം എന്നാണ് അതിന് പറയാം. അപ്പം അതിന് നേരെ ഉള്ളതായിരിക്കുന്ന പല കാര്യങ്ങളും പറയുന്നതിൽ പ്രധാനമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളുണ്ട്. ഓം നമ ശിവായ. മനുഷ്യന് സാധാരണഗതിയിൽ ഈശ്വരൻ കൽപ്പിച്ച ആയുസ് 120 വർഷമാണ്. അതാണ് മനുഷ്യായുസ്. പക്ഷെ ആ 120 വർഷം ആയുസ്സാണ് ഈശ്വരൻ കൽപ്പിച്ചതെങ്കിലും അപ്പം അത് ഈശ്വരനെ നമുക്ക് മറികടക്കാനായിട്ട്, അപ്പോൾ ബ്രഹ്മദേവനാണ് 120 വർഷം കൽപ്പിച്ചത്. ഓരോ ജീവജാലങ്ങൾക്കും ഇത്ര വർഷത്തെ കൽപ്പിച്ചിട്ടുണ്ട്. നായ്ക്കൾക്ക് ഇത്ര, പട്ടികൾക്ക് ഇത്ര, പൂച്ചയ്ക്ക് ഇത്ര എന്നൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്. അതിലെ മനുഷ്യന് 120 വർഷമാണ്. പക്ഷെ 120 വർഷം എന്നുള്ളതായിരിക്കുന്ന മനുഷ്യന്റെ ആയുസ്സിനെ മറികടക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുക. യോഗമാർഗത്തിൽ അതിന് വിധികളുണ്ട് എന്ന് പറയും. അത് നേരെ ശിവമഹാപുരാണത്തിലെ ഉമാസംഹിത എന്നാണ് പറയുക. ഉമാസംഹിതയിലാണ് പറയാം. അപ്പോൾ മരണത്തെയും ആയുസ്സിനെയും ഒക്കെ ആയുസ്സിനെ മറികടക്കാൻ ഉള്ളതായിരിക്കുന്ന ശിവയോഗം എന്നാണ് അതിന് പറയാം. അപ്പം അതിന് നേരെ ഉള്ളതായിരിക്കുന്ന പല കാര്യങ്ങളും പറയുന്നതിൽ പ്രധാനമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളുണ്ട്. ഒന്ന് നേരെ പ്രാണായാമം എന്നാണ് പറയുന്നത്. അപ്പോൾ വിധിപ്രകാരം പ്രാണായാമം 108 അനുഷ്ഠിച്ചാൽ നമ്മുടെ ശരീരത്തിലെ രക്തങ്ങളൊക്കെ ശുദ്ധീകരിക്കും, ഞരമ്പുകളൊക്കെ തന്നെ യഥാക്രമത്തിൽ പ്രവർത്തിക്കും. അപ്പോൾ വാർദ്ധക്യം നേരെ ഉണ്ടാവില്ല എന്നാണ്. വാർദ്ധക്യം വരുമ്പോൾ ഞരമ്പുകളൊക്കെ ചെറുതാകും, രക്തപ്രവാഹം കുറയും. അതിൻ്റെ ഫലമായിട്ടാണ് നേരെ ജരാനരകളൊക്കെ ഉണ്ടാവുക. അപ്പം നമുക്ക് നേരെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വരിക, ദഹനം ശരിയാവാതെ വരിക. അതിനാണ് പ്രാണായാമം. അപ്പോൾ ഒന്നാമത്തെ യോഗവിദ്യ എന്ന് പറയുന്നത് ശുദ്ധമായിരിക്കുന്ന പ്രാണായാമമാണ്. പ്രാണായാമം ഗുരുമുഖത്തുനിന്ന് നേരെ വേണ്ട വിധിപ്രകാരം നേരെ 108 പ്രാണായാമം ചെയ്യണം എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ മാർഗം എന്താണ്? രണ്ടാമത്തെ മാർഗം കുറച്ചുകൂടി പ്രയാസമാണെന്നാണ് പറയാം. രാത്രിയിൽ നമ്മൾ ആഹാരം കഴിക്കും. ചിലർ അപ്പം കിടന്നുറങ്ങും, ചിലർ അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം എന്ന് പറയും. അത്താഴം കഴിഞ്ഞ് അരക്കാതം നടന്നിട്ടാണ് കിടന്നുറങ്ങുക. അങ്ങനെയും കിടന്നുറങ്ങും. പക്ഷേ നമ്മുടെ ആയുസ് നീട്ടി വർദ്ധിപ്പിക്കാനും തിരാനരകളില്ലാതിരിക്കാനും വാർദ്ധക്യത്തിലും യൗവനം ഉണ്ടാകാൻ വേണ്ടി വേണം. അതിനാണ് നേരെ ആഹാരം കഴിഞ്ഞാൽ നേരെ നിശബ്ദമായിരിക്കുന്ന അന്തരീക്ഷം വേണം. അതാണ് പ്രയാസം ഇപ്പോഴത്തെ കാലത്ത്. നിശബ്ദമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ അന്ധകാരത്തിൽ ഇരുട്ട് ലൈറ്റെല്ലാം കിടത്തണം. അപ്പം അതുകൊണ്ടാണ് പണ്ട് ആളുകൾ ശ്മശാനത്തിൽ പോവുക. നേരെ ലൈറ്റെല്ലാം കിടത്തി ഒരു ശബ്ദവും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ നേരെ അന്ധകാരത്തിൽ ഏകാന്തത്തിൽ ഇരുന്നിട്ട് നമ്മുടെ 2 ചൂണ്ടുവിരൽ, അപ്പോൾ ചൂണ്ടുവിരലുകൾ എന്ത് ചെയ്യണം? നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് തിരികണം എന്നാണ് പറയാം. അപ്പോൾ ചെവിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരികെ അങ്ങനെ വെക്കുക. അപ്പോൾ അങ്ങനെ നൊന്നര പോലെ തിരികെ വെച്ചാൽ പുറത്തുള്ള ഒരു ശബ്ദവും വരില്ല. അല്ലെങ്കിൽ അത്രയും ചെണ്ടകൊട്ട് വേണം. അപ്പോൾ ചെവിയിലേക്ക് അങ്ങനെ ആ 2 വിരലുകൾ ഇങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ശബ്ദം അകത്തേക്ക് വരില്ല. ആഹാരം കഴിച്ച ശേഷമാണ്. അപ്പോൾ എന്ത് വരും? നമ്മുടെ ഉള്ളിൽ ഒരു മുഴക്കമുണ്ടാകും. അത് നമുക്ക് പരീക്ഷിച്ചറിയാവുന്നതാണ്. നമ്മൾ നേരെ ആഹാരം കഴിച്ചിട്ട് അല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ചെവി ഇങ്ങനെ അടച്ച് പുറത്തെ ശബ്ദം കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ നേരെ ഒരു എരമ്പം കേൾക്കാമെന്നാണ്. അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എന്താണ്? കടലിരമ്പെന്ന ശബ്ദം കേൾക്കാമെന്നാണ്. അതിൻ്റെ ശബ്ദതരംഗം കടലിൻ്റെ എരമ്പം മാതിരിയാവും. അരമണിക്കൂറാകുമ്പോഴേക്കും കടലിൻ്റെ എരമ്പം ഇങ്ങനെ വർദ്ധിച്ച് വരും. കടലിങ്ങനെ എരമ്പൊന്നുമായിട്ട് വേറെ ഒന്നും നമ്മുടെ ഇതിലേക്ക് വരില്ല. ആ ശബ്ദത്തിൽ അരമണിക്കൂർ അങ്ങനെ ഇരിക്കുക. അത് 1.5 മണിക്കൂർ വരെ ഇരിക്കാൻ സാധിക്കണം എന്നാണ് പറയുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കഴിച്ച ആഹാരം എല്ലാം തന്നെ മുഴുവൻ നേരെ ദഹിച്ചിട്ട് വേസ്റ്റേജ് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ആ ശാസ്ത്രീയ തത്വം. അതെല്ലാം തന്നെ എന്താണ്? എല്ലാം കാർബോഹൈഡ്രേറ്റ് ഊർജമായിട്ട് മാറും.
പ്രോട്ടീനായിട്ട് മാറും. അപ്പോൾ അതങ്ങനെ ഓരോ പോയി കഴിഞ്ഞിട്ട് വേസ്റ്റേജ് എന്ന സംഗതി ഉണ്ടാവില്ല. ബാക്കിയെല്ലാം നേരെ ആ ബ്ലഡിലൂടെ അങ്ങനെ സഞ്ചരിച്ച് എല്ലാ വേസ്റ്റേജും പോകും. അപ്പോൾ ശരീരത്തിൽ വേസ്റ്റേജ് വർദ്ധിക്കുമ്പോഴാണ് വാർദ്ധക്യം ഉണ്ടാകുക. വേസ്റ്റേജ് വർദ്ധിക്കുമ്പോൾ നമ്മുടെ കോശങ്ങളൊക്കെ തന്നെ ദുർബലമാകും, കോശങ്ങൾ നേരെ മരിക്കുകയും ചെയ്യും. അതേപോലെ നമ്മുടെ എല്ലാ ശരീരത്തിലെ തലമുടി നരയ്ക്കുന്നതൊക്കെ തന്നെ വേസ്റ്റേജ് വർദ്ധിക്കുമ്പോഴാണ്. അപ്പോൾ ശരീരത്തിലെ എല്ലാ കോശങ്ങളും സജീവമാകും, വേസ്റ്റേജ് ഉണ്ടാവില്ല എന്നാണ്. വേസ്റ്റേജ് ഇല്ലാത്തത് കൊണ്ടെന്നാണ് വാർദ്ധക്യം, അതേപോലെ വാർദ്ധക്യസഹജമായ രോഗങ്ങൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ആ യോഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ കുറേ കഴിയുമ്പോൾ 120, 150, 200, 400, 500, 600 വർഷം വരെ ജീവിക്കുന്ന യോഗീശ്വരന്മാരെ ഹിമവൽ പാർശ്വങ്ങളിൽ കണ്ടെത്തിയതായിട്ടാണ് പല ഗ്രന്ഥകാരന്മാരും പറയാം. അവർ ജനിച്ചിട്ട് നേരെ 200 വർഷമായി, 300 വർഷമായി, 400 വർഷമായി, 1000 വർഷം വരെ ജീവിക്കുന്ന യോഗിമാര് ഹിമാലയത്തിലെ കാടുകളിലുണ്ട് എന്ന് പറയാം. അപ്പം അവർ നേരെ ഈ ഒരു യോഗമാർഗമാണ് അവർ അവലംബിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നേരെ ശിവമാർഗത്തിൽ പറയും. അപ്പോൾ അങ്ങനെ നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാം. ആയുസ്സിനെ കാലപുരുഷനെ വഞ്ചിക്കുക എന്നാണ് പറയുന്നത്. കാലപുരുഷ വഞ്ചന എന്നാണ് അതിന് പുരാണത്തിൽ പറയുന്ന പേര്. അപ്പൊ കാലത്തിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമ്മൾ നിത്യയൗവനത്തിൽ ഇരുന്നിരുന്ന് ആയുസ് ഇങ്ങനെ കടന്ന് നേരെ അങ്ങനെ 200, 300 വർഷം ജീവിക്കാം എന്ന് ഉമാസംഹിതയിൽ പറയും. മറ്റൊന്ന് നേരെ എന്താണ്, പിന്നെ അടുത്ത് പറയുന്നതാണ്, നമ്മുടെ ശരീരത്തിലുള്ളതായിരിക്കുന്ന ആഹാരത്തിൽ നമുക്ക് അവശ്യം വേണ്ടതായിരിക്കുന്ന 2 കാര്യങ്ങൾ എന്താണ്? ഒന്ന് ജലം, ഒന്ന് വായു. അപ്പൊ ഇതിലേതെങ്കിലും ഒരു കാര്യത്തിലെ പഞ്ചഭൂതങ്ങളില് ആകാശത്തിലെല്ലാം ഉണ്ട്, പക്ഷെ അതേപോലെ വായുവിലുണ്ട്. ആകാശത്തെ നമുക്ക് കാണാൻ പറ്റില്ല, അതങ്ങനെ വിസ്താരമാണ്. അപ്പോൾ വായു, ജലം ഇതിലുണ്ട്. അപ്പൊ ജലം മാത്രം കുടിച്ചു കഴിഞ്ഞാലും മനുഷ്യന് എത്ര കാലം വേണമെങ്കിൽ ജീവിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ വായു, ആ വായുവിനെ മാത്രം ശ്വസിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ വായുവിനെ മാത്രം ശ്വസിച്ചിട്ട് ഇരുന്നാല് വായുവിലുള്ളതായിരിക്കുന്ന ശുദ്ധമായിരിക്കുന്ന വസ്തുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. അതിന് ആദ്യം വേണ്ടത് ശുദ്ധവായുവാണ്. അപ്പൊ ശുദ്ധവായു ഉള്ളതായിരിക്കുന്ന മലമുകളിൽ അപ്പോൾ ആദ്യം അഴുക്കുകൾ, അത് ഇന്നത്തെ കാലത്തേക്ക് ബുദ്ധിമുട്ടാണ്, എങ്കിലും പ്രഭാതത്തിൽ പ്രത്യേക സമയത്ത് നേരെ ശുദ്ധവായുക്കൾ ഉണ്ടാകുന്ന. അപ്പൊ ഹിമവൽ പാർശ്വങ്ങളിലൊക്കെ ഉള്ളതായിരിക്കുന്ന യോഗിമാര് നേരെ അനുഷ്ഠിക്കുന്ന ഒരു മാർഗം എന്താണ്? അത് നമുക്ക് ഇവിടെ ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ പറ്റില്ലെങ്കിൽ പോലും നേരെ ഏകാന്തമായ സ്ഥലത്ത് ചില സമയങ്ങളിൽ പരിശുദ്ധമായിരിക്കുന്ന വായു കിട്ടും. അപ്പോൾ നമ്മുടെ ചുണ്ട് നേരെ എന്താക്കണം? ഒരു പക്ഷിയുടെ ആകൃതിയിലാക്കണം എന്നാണ് പറയാം. സാധാരണ നമ്മുടെ ചുണ്ട് ഇങ്ങനെ വിടർന്നിട്ടാണ്, അതൊരു പക്ഷിയുടെ ചുണ്ട് പോലെ ഇങ്ങനെ ചെറുതായിട്ട് വെക്കണം എന്നാണ്. ഉദാഹരണത്തിന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചുണ്ട് അങ്ങനെ ആ കവളങ്ങളുടെ അകത്തേക്ക് വെച്ചിട്ട് ചുണ്ട് കൂർപ്പിച്ചാല് ഇങ്ങനെ വെച്ചാല് ചെറിയൊരു ദ്വാരം മാത്രമേ നമ്മുടെ ചുണ്ടിലുണ്ടാവുള്ളൂ. അതിലൂടെ നമ്മൾ അന്തരീക്ഷ വായുവിനെ സക്ക് ചെയ്യണമെന്നാണ്. ഇങ്ങനെ സക്ക് ചെയ്യണം, പക്ഷെ വലിയ വായു പിടിച്ച് സക്ക് ചെയ്യരുത്. ചെറിയ കിളികളുടെയൊക്കെ തന്നെ ചെറിയ ചുണ്ടുകളുണ്ട്. അപ്പൊ കിളികളുടെ ചെറിയ ചുണ്ട് പോലെയുള്ളതായിരിക്കും ചുണ്ടാക്കിയിട്ട് നെരിയ ഇത്രയും വരുള്ളൂ. അതിലൂടെ പ്രാണവായുവിനെ അന്തരീക്ഷ വായുവിനെ നമ്മൾ വലിച്ചെടുക്കുക എന്നാണ്. അപ്പൊ അങ്ങനെ വലിച്ചെടുത്ത് നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂർ നിൽക്കാനായിട്ട് സാധിക്കണം. അപ്പൊ നിൽക്കാം, ഇരിക്കാം, രണ്ടും ആകാം. നിൽക്കുന്നതാണ് ഉത്തമം. അപ്പൊ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് നേരെ വരുന്നവിടേക്കാണ് നമ്മുടെ തൊണ്ടയിൽ വന്നിട്ട് തൊണ്ടയില് നേരെ ആ തൊണ്ടയിലെ അന്നനാളത്തെയും ശ്വാസനാളത്തെയും വേർതിരിക്കുന്ന ഒരു സാധനമുണ്ട്, ക്ലിറ്റോറിസ് എന്നിങ്ങോട്ട് പറയും. അതിലിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വന്ന് സ്പർശിക്കും. കുറെ കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അവിടെ തണുക്കാനായിട്ട് ഐസ് പോലെ തണുക്കും, ഈ വായു മാത്രം ഇങ്ങനെ സ്പർശിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഐസ് മാത്രം തണുക്കുമ്പോൾ എന്താണ്, ആ ഗ്ലിറ്റോറിസിൽ നിന്ന് ഏതാനും തുള്ളികൾ ഇങ്ങനെ പതുക്കെ താഴത്തേക്ക് വീണ് നമ്മുടെ ആമാശയത്തിലേക്ക് വരും, നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പൊ അതിനാണ് നെക്ടാർ എന്നാണ് പറയുക, അമൃതമാണ്, അമൃതിന് സദൃശമാണെന്നാണ് പറയുക. അതാണ് അമൃതിനെ സ്വീകരിക്കുക എന്നാണ്. നമ്മുടെ ശരീരത്തില് അമൃതം ഉണ്ടെന്നാണ് സങ്കല്പം. ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും അമൃതുണ്ട്. ആ അമൃതിനെ മാത്രം നമ്മൾ നേരെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ആ അമൃതിനെ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന സമയത്ത് ആ അമൃതം നമ്മുടെ ആ ഉള്ളിലേക്ക് അങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ എന്താണ്, നമുക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല, ജരാനരകൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ രോഗങ്ങളും ജരാനരകളും ഒന്നും ഇല്ലാതെ നമുക്ക്
ആയുസ് നീട്ടിയിട്ട് പോകാൻ സാധിക്കും. നിത്യയൗവനം ഉണ്ടാകാം. അതാണ് വായുവിനെ ആഗിരണം ചെയ്യാന്നാണ്. പക്ഷിയുടെ രൂപത്തിൽ വന്നിട്ട് പ്രാണവായുവിനെ ആഗിരണം ചെയ്തിട്ട് അമൃതജലം മാത്രം കഴിക്കുന്നതാണ് നേരെ മറ്റൊരു മാർഗം. അപ്പൊ ഇങ്ങനെയുള്ളതായിരിക്കുന്ന മാർഗമാണ് സാധാരണഗതിയിൽ നേരെ ആയുസ് വർദ്ധിപ്പിക്കാനും രോഗങ്ങൾ മാറ്റാനും വേണ്ടിയിട്ട് നേരെ സ്വീകരിക്കുന്ന മാർഗം. അതാണ് ശിവപുരാണത്തില് ഉമാസംഹിതയിൽ പറഞ്ഞതായിരിക്കുന്ന മാർഗം. ഓം നമോ ഭഗവതേ വാസുദേവായ.